ഇന്ന് കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ല. UDFന്റെ കാലത്ത് ഇരുട്ടിലേക്ക് ആഴ്ന്നു പോവുകയായിരുന്നു കേരളം. പവർ കട്ടിന്റെയും ലോഡ് ഷെഡിങ്ങിന്റെയും നാടായിരുന്ന കേരളം ഇന്ന് വെളിച്ചത്തിന്റെ യുഗത്തിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ നാട് 3 ലക്ഷം ചെറുപ്പക്കാർക്കാണ് 10 വർഷത്തിനിടയിൽ PSC വഴി ഗവൺമെന്റ് സർവീസിൽ നിയമനം കിട്ടിയത്. 2016 LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ 3 ലക്ഷം യുവതി യുവാക്കൾ സർക്കാർ ജോലിക്കാരായി മാറി. കേരളത്തിലെ ഈ നിയമനം ഒരു സർവകാല റെക്കോർഡാണ്. ഇന്ത്യയിൽ ആകെ നടക്കുന്ന PSC നിയമനങ്ങളുടെ 60% ഈ കേരളത്തിലാണ്. 62 ലക്ഷം വരുന്ന മലയാളിക്ക് 2000 രൂപ പ്രതിമാസം ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഇന്ത്യയിൽ മറ്റെവിടെയും ഇങ്ങനെയില്ല. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ ഇങ്ങനെയൊരു ക്ഷേമ പെൻഷൻ ഇല്ല. BJPയുടെയോ കോൺഗ്രസിന്റെയോ കാര്യപരിപാടിയിൽ ഇങ്ങനെയൊന്നില്ല. ഇത് ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. 35 വയസ്സായാൽ വീട്ടമ്മമാർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോ പ്രാബല്യത്തിൽ വന്നു. അപേക്ഷിച്ചവർക്ക് കഴിഞ്ഞ ദിവസം തുക അക്കൗണ്ടിൽ വന്നു. ചരിത്രത്തിലാദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി 35 വയസ്സ് പിന്നിടുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന നാടായി നമ്മുടെ നാട് കേരളം മാറി. ഇന്ത്യയിൽ മറ്റെവിടെയും അങ്ങനെയില്ല. അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഒരു തൊഴിൽ കിട്ടുന്നത് വരെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് 1000 രൂപ അപേക്ഷിച്ചവരുടെ മുഴുവൻ അക്കൗണ്ടിൽ കഴിഞ്ഞയാഴ്ച പണം വന്നു. ഇതെല്ലാം കേരളത്തിന്റെ പ്രത്യേകതയാണ്. കേരളം സമഗ്രവും സർവതല സ്പർശിയുമായ വികസനത്തിന്റെ പാതയിൽ മുൻപോട്ടു പോകുന്നു. ഇനിയും എത്രയെത്ര വൻകിട വികസന പദ്ധതികൾ നമ്മുടെ കൺമുൻപിലൂടെ യാഥാർത്ഥ്യമായി. ദേശീയപാത വികസനം, മലയോര ഹൈവേ, തീരദേശപാത, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഓപ്പൺ സർവകലാശാല, വിഴിഞ്ഞം പോർട്ട്, ഫോൺ, അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങളുടെ നിറവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടാതെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടി വന്ന കുട്ടികൾ 10 കൊല്ലം മുമ്പ് ഓർക്കണം. അന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ചിലർ സിലബസ് ഒക്കെ സംഘടിപ്പിച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് തുന്നിക്കെട്ടി കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ ശ്രമിച്ചു. അതായിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴോ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകങ്ങൾ റെഡി, കുട്ടികളുടെ കയ്യിലെത്തുന്നു. എന്നാൽ ഇക്കൊല്ലം അതിൽ നിന്നും നാം വളർന്നു. സ്കൂൾ പൂട്ടുന്നതിന് മുൻപേ പാഠപുസ്തകം കുട്ടികളുടെ കയ്യിൽ കിട്ടുകയാണ്. ചെറിയ മാറ്റമല്ല കേരളത്തിലുണ്ടായത്. നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ പള്ളിക്കൂടങ്ങൾ ലോകോത്തരമായി മാറി. ഈ മാറ്റങ്ങൾ എങ്ങനെ സാധിച്ചു? ഇടതുപക്ഷ ഗവൺമെന്റിനെ കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലിന് ഇടയിലും കേരളത്തെ തകർക്കാൻ രാഷ്ട്രീയമായ പക കൊണ്ട് കേരളത്തിനെതിരായി ഒരു സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ സാമ്പത്തിക ഉപരോധത്തിനിടയിലും കേരളത്തെ ഇങ്ങനെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? 2 കാരണമാണ്. ഒന്ന്, ഇടതുപക്ഷത്തിന് വ്യക്തമായ ദിശാബോധമുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ പെരുമഴ സൃഷ്ടിക്കണം. നാടിന്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അതാണ് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം. ആ പ്രതിബദ്ധത ഇടതുപക്ഷത്തിനുണ്ട്. നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധത. 2, കേരളത്തിലെ ഭരണ സംവിധാനത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ ആവശ്യമായ മേധാശക്തിയുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിന്റെ പ്രത്യേകതയാണ്. കെട്ടുറപ്പുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ കൈകളിൽ
കേരളത്തിന്റെ ഭരണം സുരക്ഷിതമായിരുന്നു. അതാണ്.